അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ബിന്ദു ജോയ്, നെന്മാറയിൽ നിന്ന് വരുന്നു. ഞാൻ ഡിസംബർ 15 ഇവിടെ വന്ന് ധ്യാനം കൂടിയത്. എനിക്ക് ഈ സ്ഥലം അറിയില്ലായിരുന്നു. ജോസിയ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. സിസ്റ്ററിൻ്റെ കൗൺസിലിംഗ് സിസ്റ്റർ പറഞ്ഞ് ചേച്ചി ഇവിടെ വന്ന് ധ്യാനം കൂടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പിന്നീട് വന്നത്. വന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു, അത് മാറി. അച്ഛൻ എന്നോട് ആദ്യം ഡിസംബർ 15 വന്നപ്പോൾ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ചു കൈക്കൊരു വേദന ഉണ്ടാന്ന് ചോദിച്ചു. എനിക്ക് എപ്പോഴും ഭയങ്കര വേദനയാണ്. ഞാൻ ഓർക്കും ഇത് വേദന അറിയില്ല, അല്ല ഇങ്ങനെ എവിടെ നിന്ന് വന്നെന്നൊക്കെ വിചാരിക്കുന്നു. അച്ഛൻ അതെൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ മുഖത്തൊരു ഇങ്ങനെ കോടൽ, കാലിന് കോച്ച് വലിക്കുമായിരുന്നു, അത് മുഖത്ത് എനിക്ക് വരാൻ തുടങ്ങി, ഇടത് ഭാഗത്ത്. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു മുഖത്ത് വല്ല വേദന ഉണ്ടാകുമെന്ന് ചോദിച്ചു. ആർക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ പിന്നീട് എനിക്ക് ഈ വെള്ളിയാഴ്ച വന്നു പോയതിന് ശേഷം ഇത് അസുഖങ്ങൾ ഉണ്ടായിട്ടില്ല. നെഞ്ചുവേദന ഉണ്ടായിരുന്നു, അതും മാറി. അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടു. 3 രോഗങ്ങൾ ആദ്യത്തെ ദിവസം നേരെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 3 രോഗങ്ങൾ മാറി. ഒന്ന് നെഞ്ചുവേദനയായിരുന്നു, മറ്റൊന്ന് മുഖത്ത് കോടലായിരുന്നു. അച്ഛൻ ചോദിച്ചു എൻ്റെ അടുത്തേ, ഇവിടെ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഞാനതൊന്നും പറഞ്ഞില്ലായിരുന്നു, നെഞ്ചുവേദന മാത്രമേ പറഞ്ഞില്ല. അപ്പോൾ അച്ഛനെ പ്രാർത്ഥിച്ചാൽ മതി മാറിക്കോളും തന്നെ. പിറ്റേ ദിവസം തന്നെ എനിക്ക് വന്നിട്ടില്ല ഈ സംഭവങ്ങളൊന്നും. അതേ ചേച്ചിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകം തല്ലുന്നത്. നമുക്ക് രോഗങ്ങൾ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈശോ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടെന്നുള്ള ഡെലിവറൻസ് കർത്താവ് ചെയ്തു തുടങ്ങി. നമുക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നവർ കൂടുതൽ തീഷ്ണതയോടുകൂടി നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും മാത്രമല്ല നിങ്ങളുടെ ദേശത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേ ഇരിക്കാം.